ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ ജിഞ്ചർ ചിക്കനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചില്ലി ചിക്കൻ പോലെ തന്നെയുള്ളൊരു ഡിഷാണ്. അതിനേലും കുറച്ചും കൂടി ടേസ്റ്റിയാണ്. കുറച്ചും കൂടി നാളെ കേടാവാതെയും ഇരിക്കും ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 8 സവാളയോളം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സവാളയും ഇതുപോലെ തന്നെ നമ്മൾ പേസ്റ്റ് ചെയ്ത് ഇതുപോലെ അരിപ്പയിൽ ആക്കി വെക്കുക. ചിക്കൻ ഞാൻ മുളക് പൊടിയും ഉപ്പും ഇട്ട് വറുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ചിക്കൻ വറുത്ത അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ സവാള ഇതുപോലെ വെള്ളം കളഞ്ഞെടുക്കണം. വെള്ളം നല്ലോണം കളഞ്ഞെടുക്കണം, എന്നാലേ അത്രയും നാൾ കേടാവാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിത് ആ എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം മുരിഞ്ഞൊരു മണം വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് ചിക്കൻ്റെ കുറച്ച് സ്റ്റോക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം കുറുകി ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 സ്പൂൺ ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ സോയാ സോസും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി ഞാൻ വേവാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ 2 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ വെന്തൊരു 20 മിനിറ്റോളം ഇത് ജസ്റ്റ് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ പിടിക്കും. ആ സമയത്ത് ചിക്കൻ ആഡ് ചെയ്യുക. പിന്നെ ക്യാപ്സിക്കം ആഡ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ടാണ് ഞാൻ മല്ലിയില ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഡിഷ്. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് മെയിൻലി കുറച്ചുകൂടി ടേസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം.